ഹലോ, നമസ്കാരം. ഡെയിലി വിഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ രാവിലെ പൂക്കള സൗന്ദര്യമൊക്കെ കണ്ട ഒരു ഇത്തിരി നേരം ഇങ്ങനെ നിന്നിരുന്നു കേട്ടോ. ഞാൻ ഒരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പൂവിനെ കണ്ടെന്ന് വെറുതെ ഒന്ന് നോക്കി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനാഘോഷമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്താ പറയുക, ഉദയാസ്തമന പൂജ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ മക്കളൊന്നും ഉണ്ടെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ സ്കൂട്ടിയിലാണ് പോണത് കേട്ടോ. വീഡിയോ വേണ്ടത്ര ക്ലിയർ ഒന്നും ആയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ പോണ വഴിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് അമ്പലത്തിലൊന്ന് പോകണം എന്നുള്ളത്. അത് ഓരോരോ ദിവസം ഇങ്ങനെ വിചാരിക്കുക എന്നല്ലാതെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും പൂജ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും രാവിലെ നേരത്തെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. നേരത്തെ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നതിൻ്റെ മുന്നേ സുരേട്ടനെയും കൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നേരത്തെ പോയി തൊഴുത് പോരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചെറിയ ഇടവഴി പോലുള്ള റോഡാണ്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ വണ്ടി പുറത്തിട്ടിട്ട് നടന്ന് പോവുമായിരുന്നു കേട്ടോ. ഇതൊക്കെ അമ്പലത്തിൻ്റെ പറമ്പുകളാണ് കേട്ടോ. അത് അമ്പലം ദൂരെ നിന്ന് കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇടവഴി കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്താ പറയുക, പഴമ വിളിച്ചതിനൊരു അമ്പലമാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്താ പറയുക, അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു സ്വസ്ഥത വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് ഓർക്കും ഇനി എല്ലാ ദിവസവും അല്ലെങ്കിൽ പറ്റുന്നത്ര ദിവസങ്ങൾ ഞാൻ അമ്പലത്തിൽ വരുന്നു. പക്ഷേ വീട്ടിലെത്തി നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പോകാനായിട്ടൊരു സമയമായി കിട്ടില്ല. അപ്പം എന്തായാലും കുളത്തിനടുത്തൊക്കെ ഒന്ന് പോയി, കുളത്തിൽ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് പറയുക ചീത്തയായിരിക്കുകയാണ്. വെള്ളം വറ്റി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി. അപ്പം എന്താ വെള്ളമൊക്കെ പച്ച കളറായിട്ടിരിക്കുന്നുണ്ട്. കാലൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ. ഇപ്പോൾ ഇത് വേനൽക്കാലം ആയതുകൊണ്ടാവും വെള്ളം ഇങ്ങനെ ചീത്തയായത്. മഴക്കാലത്തൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ. കുളിക്കാൻ അമ്പലത്തിൽ വരുന്നവർ കുളിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. മക്കളൊക്കെ ചാടി കുളിക്കാൻ നീന്താനും ഒക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സമയം കളയാതെ ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ആരും വന്നിട്ടുണ്ടല്ല, തിരുമേനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അറിഞ്ഞു പോകുന്നതാണ്. കാരണം ആൾക്കാർ കൂടുന്നതിൻ്റെ മുന്നേ പോയി വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മുന്നിൽ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു മഴക്കാലത്ത് ഇങ്ങനെ കടപഴകി വീണു. അപ്പോൾ കുറേ നാളത് അങ്ങനെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി ഇതാ ഒരാലിൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് തണൽ നൽകിയിരുന്ന ഒരു വലിയ ആൽമരമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ മറിഞ്ഞ് വീണു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരം അതാ ഒരു കുഞ്ഞ് തൈ വെച്ചിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. അവിടെയാണ് എന്താ പറയുക, പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് താഴെ മുകളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റോഡ് മുറിച്ച് കടന്ന് ഒരിത്തിരി ദൂരം നടന്ന ശിവക്ഷേത്രമായി. ഇപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി പോന്നിരിക്കുന്നത് ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ ഇടവഴി കൂടെ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് കേട്ടോ. അപ്പോഴമ്പലത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വരാനായി തുടങ്ങണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളത് ആ തൊഴുത് ഇറങ്ങി പോന്നു കഴിഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ ഇടവഴി കൂടെ നടന്ന് പോകുമ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ പത്തായപ്പുരയാണ് കേട്ടത്. ക്ഷേത്രത്തിൻ്റെ തന്നെ പത്തായപ്പുരയായിരുന്നു പഴയ. ഓരോരോ പ്രാവശ്യം അമ്പലത്തിൽ കയറി തൊഴുത് തിരിച്ചിറങ്ങി പോരുമ്പോൾ വിചാരിക്കും എന്തായാലും എനിക്ക് പറ്റുന്നിടത്തോളം ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ അമ്പലത്തിൽ വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സ്വസ്ഥതയാണ് കേട്ടോ. നമ്മൾ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച് വിളിച്ച് പറയണമെന്നില്ല. നമ്മൾ ഭഗവാനെ മനസ്സിൽ, ദേവിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വസ്ഥത. അപ്പോൾ ഇതാ ഞങ്ങളിതാ ശിവക്ഷേത്രത്തിൽ എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളെ തളിയിൽക്കോട്ട ശിവക്ഷേത്രം. അപ്പോൾ അവിടെ എത്തി. അവിടെ കുറച്ച് ആൾക്കാർ എന്താ പാചകവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു ഉച്ചയ്ക്കൊക്കെ അവിടെ ഭക്ഷണവും കാര്യങ്ങളും പരിപാടികളും പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ കുറച്ച് ഞങ്ങൾ അറിയണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അകത്ത് കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷാൽ പൂജയായ ഉദയാസ്തമന പൂജ വഴിപാടാക്കിയ ശേഷം ഞങ്ങൾ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി പോരാനിരിക്കുകയാണ്. ഇതാ ഇപ്പുറത്ത് കൂടി കാണുന്നതാണ് കേട്ടോ ഈ ചെറിയ ക്ഷേത്രമാണ് ഞങ്ങളെ കരിങ്കാളി ക്ഷേത്രം. ജസ്റ്റ് അവിടെ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്.
ഇപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങണേ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാൾക്കും പോവാനുണ്ട്. പിന്നെ മക്കളും തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടതാണെന്ന്. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് തൊഴുത് വഴിപാടാക്കി പോന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ മതി. നമുക്ക് ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്കിതൊന്ന്. ഇപ്പം ഞങ്ങൾ ഈ ശിവക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത ഫീലാണ്. ഒരു നല്ല എന്താ പറയുക, എപ്പോഴും ഒരു കാറ്റുണ്ടായിക്കൊണ്ടിരിക്കും. എന്തോ മനസ്സിനൊരു വല്ലാത്ത കുളിർമയാണ് അവിടെ ചെല്ലുമ്പോഴേ തന്നെ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിതാ പോരുകയാണ്. ഇപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം വീട്ടിലെത്തേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് വേഗം പോരുമായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ചടപടേന്ന് പറഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. മക്കൾക്ക് കൊണ്ടുപോകാൻ ഭക്ഷണം വേണം, പിന്നെ അത് കഴിഞ്ഞ് പോകാനുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇതാ 6:45 ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണീൻ്റെ ഗുളിക കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അത് ഇതേപോലെ കിടക്കുകയാണ്. അപ്പോൾ ഇനി ഫസ്റ്റിൽ തുടങ്ങാൻ പോവാണ്. ചോറൊക്കെ വെക്കാനായിട്ട് തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ സാദാ ദോശയാണ് കേട്ടോ. നമ്മൾ ഉഴുന്ന് ചേർക്കാത്ത ദോശയാണ്. അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കുന്നത് തേങ്ങാ ചമ്മന്തി, ചട്നി എന്നൊക്കെ പറയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ദോശ കഴിക്കാനായിട്ട് ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ സമയം ഇരുന്ന് നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ജോലികൾ അതിനിടയ്ക്ക് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ കഴിയുന്നതും അതങ്ങനെ ഉണ്ടാക്കാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഇതിലേക്ക് സാധാരണ നമ്മൾ പയറോ കടലയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം കറി ഉണ്ടാവേണ്ടത് രാവിലത്തെ ഭക്ഷണമല്ല. പക്ഷേ ഇന്ന് ഞാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ആ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതാ വെള്ളമൊക്കെ തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിടുകയാണ്. നമ്മളൊരു ഇത്തിരി വൈകിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, അന്ന് തകരാറിലായി പോകില്ലേ. ആ ഓർഡറിൽ ഇങ്ങനെ ചെയ്തു പോയിരുന്ന കാര്യങ്ങൾ മാറിപ്പോയാൽ അതിൻ്റെ ചെറിയൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇത്തിരി വൈകിപ്പോയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് വെള്ളരിക്ക് ഒരു ഇത്തിരി ചക്കക്കുരും ഒരു പച്ചമാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പില കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കും. നമ്മളെ വീട്ടിലുള്ള കറിവേപ്പാകുമ്പോൾ ഒന്ന് എടുക്കാമല്ലോ എന്നുള്ള കാര്യത്തിന് എപ്പോഴായാലും നമ്മളെന്താ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താവും പിന്നെ പോയി കറിവേപ്പില എടുക്കണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേങ്ങാ ചട്നി ഉണ്ടാക്കില്ല വെറും തേങ്ങയും പച്ചമുളകും മാത്രം നരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കടുകും കറിവേപ്പിലും ഉണക്കമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇറക്കി വയ്ക്കുക, ഉപ്പും ചേർത്തിട്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആ ചട്നിയിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചിലർ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും പുളിയൊക്കെ ചേർക്കാറില്ല, പക്ഷേ അത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാനിങ്ങനെയാണ് ചട്നി ഉണ്ടാക്കിയെടുക്കാറ്. ഇപ്പോൾ രാവിലത്തെ കുറേ ബഹളങ്ങളും ഫുഡ് ഉണ്ടാക്കലും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിന്ന് ഫീൽഡ് വർക്കിലാണ്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് വണ്ടി ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ എടുക്കണം തോന്നി, അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ റോഡ് സൈഡിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. ആ റോഡിൻ്റെ സൈഡിൽ അപ്പുറത്ത് തന്നെ ഒരു താത്ത എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ദിവസങ്ങളായി അവിടെ ചെന്നിട്ട്. അപ്പോൾ ആ താത്ത എന്താ കാണാത്തതെന്നുള്ള ഉദ്ദേശത്തിലാവും എന്നെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം വേണം താത്താനെ കാണാനായിട്ട് പോകാൻ. അപ്പോൾ ആ താത്താനെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഫീൽഡ് വർക്കാണ്, വെയിലും മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പുതുതായിട്ട് അനുവദിച്ച് കിട്ടിയ ഭാഗത്ത് സർവേ ആണ്. അപ്പോൾ ഞാൻ പുതുതായിട്ട് പോകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഇതാ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളം. അപ്പോൾ അവരുടെ വീടിൻ്റെ ചുമരിനോട് ചാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചുറ്റും ഇങ്ങനെ പാറയാണ്, ചുറ്റും മതിലൊക്കെ കെട്ടി വെയിലൊക്കെ കെട്ടി സേഫ് ആക്കിയിട്ടുണ്ട്. എന്നാലും വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം. അപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഒരുപാട് പണികൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഇനി ഇപ്പോൾ വെയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.